Hi guys, നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇലക്ട്രിക്കൽ ഡിസ്ചാർജ് മെഷീനിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള വൈഡ്ലി ഉപയോഗിക്കുന്ന ഒരു മെഷീനിങ് മെത്തേഡിനെ കുറിച്ചാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ECM ചെയ്ത പോലെ തന്നെ നമ്മൾ ഇതിൻ്റെ കൺവെൻഷണൽ അവരുടെ നോൺ കൺവെൻഷണൽ മെഷീനിങ് മെത്തേഡ് തന്നെയാണ്. നമ്മൾ വലിയ കമ്പോണൻസ് ഉപയോഗിക്കുന്ന ആ ഒരു മെഷീനിങ്ങിന് ഉപയോഗിക്കുന്ന EDMനെ കുറിച്ച് നോക്കിയിട്ട് അത് ബേസ് ചെയ്ത് കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ മൈക്രോ കട്ടിങ്ങിനെ കുറിച്ച് നമ്മൾ നോക്കുക. അപ്പോൾ നമുക്ക് EDM എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ ഡിസ്ചാർജ്, ഒരു സ്പാർക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് ആ സ്പാർക്ക് കൊണ്ട് നമ്മൾ ഏത് വർക്ക് പീസിലാണോ കട്ട് ചെയ്യേണ്ടത് ആ വർക്ക് പീസിലെ ഏത് ഭാഗത്താണോ സ്പാർക്ക് ക്രിയേറ്റ് ചെയ്ത് അവിടെ അതിനെ മെൽറ്റ് ചെയ്ത് ആ ഒരു ഹീറ്റ് ചെയ്ത് മെൽറ്റ് ചെയ്ത് അതിനെ നമ്മൾ പുറത്തേക്ക് കളയുന്ന രീതിയിലാണ് EDM നമുക്കുള്ള മെഷീനിങ് മെത്തേഡ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഹാർഡ് മെറ്റീരിയൽസ് നമുക്കൊരിക്കലും ഇതിപ്പോൾ സാധാ മെഷീനിങ് മെത്തേഡാണ് EDM എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സാധാ ഹാർഡ്നെസ് കൂടിയിട്ടുള്ള മെറ്റീരിയൽസ് നമുക്കൊരിക്കലും നമ്മുടെ കയ്യിലുള്ള ഒരു കൺവെൻഷണൽ ടൂൾ വെച്ച് കട്ട് ചെയ്യാൻ പറ്റാത്ത മെറ്റീരിയൽസിനെ നമുക്ക് കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് EDM എന്ന് പറയുക. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ഓൾറെഡി മെഷീനിങ് ചെയ്ത് അതിനെ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് സ്ട്രെങ്ത് ഒക്കെ കൂട്ടി വെച്ചിരിക്കുന്ന ഒരു കമ്പോണൻറ്റ് നമ്മുടെ കയ്യിലുണ്ട്. അതിനെ ജസ്റ്റ് ഒന്നുകൂടി ഒരു ചെറിയൊരു ആൾട്രേഷൻ നടത്തണം, ഒരു ചെറിയ ഭാഗം കട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ സാധാ ടൂൾ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യുകയാണെങ്കിൽ വീണ്ടും അതിൻ്റെ ഉള്ളിൽ ഇൻറ്റേർണൽ സ്ട്രെസ്സസ് അതുപോലത്തുള്ള ഒരുപാട് ഡിഫക്ട്സ് അതിൻ്റെ ഉള്ളിൽ കയറും, ക്രാക്സ് പോലെയൊക്കെ ഡെവലപ്പ് ചെയ്യും. അപ്പോൾ അങ്ങനെ സംഭവം ആ ഒരു കണ്ടീഷൻ വരുമ്പോൾ, ആ ഒരു അവസ്ഥ നമുക്ക് വരുമ്പോൾ അതൊക്കെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി ആ ഒരു ഭാഗം മാത്രം കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മെഷീനിങ് മെത്തേഡ് കൂടിയാണ് EDM എന്ന് പറയുക. അപ്പോൾ EDMൽ നമ്മൾ ഓൾറെഡി ഉള്ള വർക്ക് പീസിനെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല, അതിൻ്റെ ഉള്ളിലുള്ള പ്രോപ്പർട്ടീസിനെയോ അതിനുള്ള ബിഹേവിയറോ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാതെ ഏത് ഭാഗമാണോ കട്ട് ചെയ്യേണ്ടത് ആ ഭാഗം മാത്രം കട്ട് ചെയ്തെടുക്കാൻ നമുക്ക് ഈ EDMലൂടെ സാധിക്കും. അപ്പോൾ ഇലക്ട്രിക്കലി കണ്ടക്റ്റീവ് മെറ്റീരിയൽസ് മാത്രമേ EDMൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ, നോൺ കണ്ടക്റ്റീവ് മെറ്റീരിയൽസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. നമുക്ക് അതിൻ്റെ ഒരു ജനറൽ ആസ്പെക്ട്സ് നോക്കാം. ഈ ഒരു മെത്തേഡ് പ്രൈമലി നമ്മൾ ഹാർഡ് മെറ്റീരിയൽസിന് വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ട്രഡീഷണൽ ടെക്നിക്സ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാത്ത എല്ലാ മെഷീനിങ്ങും നമ്മൾ ഈ EDMലൂടെയാണ് നമ്മൾ ചെയ്യുക. ഇലക്ട്രിക്കലി കണ്ടക്റ്റീവ് മെറ്റീരിയൽസിന് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സെറാമിക്സിന് നമുക്ക് കട്ട് ചെയ്യാൻ നമുക്ക് സാധിക്കും. സെറാമിക്സ് ഒരു ഹാർഡ്നെസ് കൂടിയ മെറ്റീരിയലാണ്. സെറാമിക്സ് നമുക്ക് നോൺ കണ്ടക്റ്റിംഗ് ആണ്. അതിൽ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ അതിനെ ഇൻസുലേറ്റ് ചെയ്യും. അതിനാൽ കണ്ടക്റ്റിംഗ് മെറ്റീരിയൽസ് വെച്ചിട്ട് അതിനെ ഇൻസുലേറ്റ് ചെയ്തിട്ട് എന്നിട്ട് അതിനെ EDM ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് അതുപോലെ ഇൻട്രിക്കേറ്റ് കോണ്ടൂസ്, അതുപോലെ ക്യാവിറ്റീസ്, അതുപോലെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പല നമുക്ക് ഹോൾസ് മറ്റു കാര്യങ്ങളെല്ലാം നമുക്ക് ഈ EDMലൂടെ നമുക്ക് അച്ചീവ് ചെയ്യാൻ നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ടൈറ്റാനിയം, കോവാർ, ഇൻകോൺ എന്നുള്ള മെറ്റീരിയൽസ് എല്ലാം നമുക്ക് ഇതിൽ ഉപയോഗിക്കാം. ഇപ്പോൾ നമുക്ക് ഡയമണ്ട് ടൂൾസ് നമുക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യങ്ങളാണ് സാധാ EDMൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇതിൻ്റെ സാധാ കമ്പോണൻസ് എന്നാൽ ഒരു ഇലക്ട്രിക്കൽ പവർ സപ്ലൈ ഉണ്ട്, ഒരു ഡൈ ഇലക്ട്രിക് മീഡിയം ഉണ്ട്, പിന്നെ വർക്ക് പീസും അതിൻ്റെ ടൂളും, പിന്നെ അതിൻ്റെ സെർവോ കൺട്രോൾ യൂണിറ്റും. ഇപ്പോൾ നമുക്ക് വർക്ക് പീസും ടൂളും നമുക്ക് പവർ സപ്ലൈയിൽ നമ്മൾ DC പവർ സപ്ലൈയിൽ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടാവും. കറണ്ട് ഡെൻസിറ്റി വെച്ചിട്ടാണ് നമുക്ക് ഇതിൽ മാക്സിമം നമുക്ക് ഇത് ചെയ്യുക. കാരണം കറണ്ട് ഡെൻസിറ്റിയിലുള്ളതാണ് നമുക്ക് സ്പാർക്ക് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ സ്പാർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ ഈ രണ്ടും ഇലക്ട്രിക്കൽ പവർ സപ്ലൈയിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഗ്യാപ്പ് കൊടുക്കും. ആ ഗ്യാപ്പിന്റെ റേഞ്ച് വെച്ചിട്ടാണ് നമുക്ക് അവിടെ ഒരു സ്പാർക്ക് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്പാർക്കിന്റെ എഫിഷ്യൻസി ഡിസൈഡ് ചെയ്യുന്നത് ഈ ഗ്യാപ്പാണ്. നിങ്ങളിതിൽ ശ്രദ്ധിച്ചു നോക്കൂ. നമുക്ക് സാധാ നമ്മുടെ വലിയ വർക്ക് പീസിൽ തന്നെ വെക്കുമ്പോൾ 0.005 മില്ലിമീറ്റർ ടു 0.05 മില്ലിമീറ്റർ ആണ് ഇതിൻ്റെ ഗ്യാപ്പ് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മൈക്രോ ലെവലിലേക്ക് വരുമ്പോൾ എത്ര ഗ്യാപ്പാണ് നമുക്ക് ഉണ്ടാവുക എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്താൽ മതി. പിന്നെ അതുപോലെ ഡൈ ഇലക്ട്രിക് മീഡിയം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. സ്ലറി അല്ലെങ്കിൽ നമുക്ക് ഫ്ലൂയിഡാണ് ഉപയോഗിക്കുക. വാട്ടർ ഉപയോഗിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. കാരണം അത് നല്ലൊരു ഡൈ ഇലക്ട്രിക് മീഡിയം ആണെന്ന് പിന്നീട് അത് കണ്ടുപിടിച്ചിട്ട് അത് പിന്നീട് ഇപ്പോൾ ഉപയോഗിച്ച് വരുന്നുണ്ട് എന്നുള്ളത് ഞാനൊരു പേപ്പറിലൂടെ വായിച്ചറിഞ്ഞു. പേപ്പർ എന്ന് പറഞ്ഞാൽ ജേർണൽ പേപ്പർ. കെറോസിൻസ് ഒക്കെയാണ് അതിന് മുമ്പ് ഉപയോഗിക്കുന്നുണ്ടായിരുന്നത്. നമ്മൾ ഈ ഒരു ഇത് വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഇനി ഇതിൽ നിങ്ങൾ നോക്കിയോ, രണ്ട് രീതിയിൽ സിസ്റ്റം ഉണ്ട് EDM എന്ന് പറയുന്നത്. ഒന്ന് മൂവബിൾ, റാം ചെയ്തുകൊണ്ട് അവിടെ മുകളിലേക്കും താഴേക്കും പോയിക്കൊണ്ട് നമ്മൾ ഈ ഭാഗം ഡ്രിൽ ചെയ്തെടുക്കുന്ന ഒരു മെത്തേഡാണ് ഫസ്റ്റ് സിസ്റ്റം. രണ്ടാമത്തെ സിസ്റ്റം ഇതിന് പകരം ഒരു വയർ വെച്ചിട്ട് നമുക്ക് ഒരു വയർ മുകളിൽ നിന്ന് താഴേക്ക് ഒരു വയർ വെക്കും. ആ വയറിന്റെ മൂവ്മെന്റ്, ആ വയർ ഏതൊക്കെ പാത്തിലൂടെ മൂവ് ചെയ്യുന്നോ ആ പാത്ത് കംപ്ലീറ്റ് ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്ന രീതിയിലാണ് രണ്ടാമത്തെ സിസ്റ്റം. അതിന് നമ്മൾ വയർ EDM എന്ന് പറയും. വയർ EDM ആണ് മോസ്റ്റ് എഫിഷ്യന്റ്, പല ഭാഗത്തും ഉപയോഗിക്കുന്നത്. പല കട്ടിങ്ങിനും പല പ്രിസൈസ് ആയിട്ടുള്ള പല രീതിയിലുള്ള മാക്രോ സൈസ് കട്ടിങ്ങിനെല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന വയർ EDM ആണ്. സോ നമുക്ക് ഇതിന്റെ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് ഇതിലേക്ക് പോവാം. നമ്മൾ പവർ സപ്ലൈ ഉണ്ട്, DC-യിലേക്ക് അത് കൺവേർട്ട് ചെയ്തിട്ട് സെർവോ സിസ്റ്റത്തിലേക്ക് കൊടുക്കും.
സെർവോ കൺട്രോൾ എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മൂവ് ചെയ്യുമ്പോഴുള്ള ആ ഒരു കൺട്രോളിന് വേണ്ടിയാണ്. സോ ഇത് മുകളിലേക്കും താഴേക്കും മൂവ് ചെയ്യും. താഴേക്ക് മൂവ് ചെയ്യുമ്പോൾ ഈ താഴേക്ക് മൂവ് ചെയ്യുന്ന പറഞ്ഞാൽ ഇത് ഹോൾ ഡ്രിൽ ചെയ്യാനാണ്. ഈ ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യും. ആ ഗ്യാപ്പിന്റെ അവിടെ ഓരോ നമ്മൾ നേരത്തെ പറഞ്ഞ പൾസ് DC സപ്ലൈ പോലെ തന്നെ ഒരു ടൈം ഇന്റർവെൽ വെച്ചിട്ട് സ്പാർക്ക് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇത് പുറത്തേക്ക് വരും. പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇവിടെ സ്പാർക്ക് ക്രിയേറ്റ് ആവും. ആ സ്പാർക്ക് ക്രിയേറ്റ് ആയി ഇവിടുത്തെ മെറ്റീരിയൽ മെൽട്ട് ആയിട്ട് ഇതിലൂടെ ഡൈഇലക്ട്രിക് ഫ്ലൂയിഡിലൂടെ പുറത്തേക്ക് ഇങ്ങോട്ടേക്ക് വന്ന് താഴെ ഡെപ്പോസിറ്റ് ആവും. അങ്ങനെയാണ് ഈ മെറ്റീരിയൽ റിമൂവ് ചെയ്ത് പോകുന്നത്. ഇത് സാധാ EDM. സോ ഇതിൽ നിങ്ങൾക്ക് നോക്കി അറിയാം, ഇവിടെ നിങ്ങൾക്ക് സ്പാർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ സ്പാർക്ക് പ്രൊഡ്യൂസ് ചെയ്തതിൽ ഈ ഒരു ഏതാണോ ടൂളിന്റെ ഷേപ്പ്, ആ ടൂളിന്റെ ഷേപ്പിൽ ഇത് നമുക്ക് ഏത് ഷേപ്പിലാണോ ആ ഷേപ്പിൽ കട്ട് ചെയ്ത് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? നമ്മൾ പവർഫുൾ സ്പാർക്സ് ക്രിയേറ്റ് ചെയ്യുന്നുള്ളത് പറഞ്ഞു. അതിൽ ഇലക്ട്രോ ഇറോഷൻസ് നടക്കും. ഇറോഷൻ എന്നാണ് മെറ്റീരിയൽ റിമൂവലിന് ഇവിടെ പറയുന്ന പേര്. പിന്നെ നമ്മൾ എക്സസ് ഫ്ലൂയിഡ് ഫ്ലോയിലൂടെ നമ്മൾ അതിനെ ആ മെറ്റീരിയലിനെ പുറത്തേക്ക് റിമൂവ് ചെയ്യും. ഈ രീതിയിലാണ് കട്ട് ചെയ്തെടുക്കുക. പിന്നെ അതിന്റെ പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ സ്പാർക്ക് ഗ്യാപ്പ് നമ്മൾ മാക്സിമം കൊടുക്കാറ് 0.025 0.005 to 0.05 വരേക്കും നമുക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. ഇവിടെ നമ്മൾ മാക്സിമം കൊടുക്കാറ് 0.025 to 0.075 വരേക്കും നമുക്ക് കൊടുക്കാം. സ്പാർക്ക് ഇന്റർവെല്ലാണ് ഞാൻ പറഞ്ഞില്ല, നമ്മളൊരു ഇന്റർവെൽ വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കാന്ന് പറഞ്ഞു. 10 to 30 മൈക്രോസെക്കൻഡ്സ് ഇന്റർവെൽ നമ്മൾ കൊടുക്കും. കറണ്ട് ഡെൻസിറ്റി 15 to 500 ആംപിയർ ഡെൻസിറ്റിയിലാണ് നമ്മൾ അതിലേക്ക് കറണ്ട് സപ്ലൈ കൊടുക്കുന്നത്. പിന്നെ അതിൽ ആ ഒരു ടൈമിൽ സ്പാർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ടെമ്പറേച്ചർ നമുക്ക് ഉണ്ടാകുന്നത് 12,000 ഡിഗ്രി സെൽഷ്യസ് ആണ് ടെമ്പറേച്ചർ ഉണ്ടാവുക. സോ അപ്പോൾ ഡൈഇലക്ട്രിക് ഫ്ലൂയിഡ്, ട്രാൻസ്ഫോമർ ഓയിൽ, സ്പിരിറ്റ്, കെറോസിൻ പോലുള്ള ഫ്ലൂയിഡ്സ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. വോൾട്ടേജ് സപ്ലൈ 50 to 30 വാട്ട്സ് വോൾട്ടേജ് നമ്മൾ കൊടുക്കും. അപ്പോൾ EDM ഡിസ്ചാർജ് ഗ്യാപ്പ് എന്ന് പറയുന്നത് 0.05 to 1 മില്ലിമീറ്റർ ആണ് നമുക്ക് ഇവിടെ EDM ഡിസ്ചാർജ് ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഇനി ഇതിൽ നമുക്ക് ഏറ്റവും വലിയൊരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട് ഈ EDMൽ. ഞാൻ ഇതും കൂടി പറഞ്ഞിട്ട് ഞാൻ അതിലേക്ക് വരാം, ഡിസഡ്വാൻറ്റേജിലേക്ക് വരാം. ഇതാണ് നമ്മൾ പറഞ്ഞ RAM EDM എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഷേപ്പ് എങ്ങനെയാണ് അത് കട്ട് ചെയ്ത് കിട്ടുന്നത്. വയർ EDMൽ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ ഇവിടെ ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കും. ആ ഹോളിൻ്റെ ഉള്ളിലൂടെ ഈ വയറിനെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റും. എന്നിട്ട് നമ്മുടെ ആ മെഷീനിങ് ഇതിലേക്ക് ആ വയറിനെ കണക്ട് ചെയ്യും. എന്നിട്ട് ഈ വയറിൽ നമ്മൾ ഈ പറയുന്ന കറണ്ട് ഡെൻസിറ്റി മറ്റ് കാര്യങ്ങളെല്ലാം ഈ വയറിലേക്കാണ് നമ്മൾ സപ്ലൈ ചെയ്യുക. ദെൻ ഇതിനെയും ഈ വയറിനെയും ഡൈഇലക്ട്രിക് ഫ്ലൂയിഡിൻ്റെ ഉള്ളിൽ കൊണ്ടുവച്ചിട്ട് നമ്മൾ ഈ സ്പാർക്ക് എത്രയാണോ ഗ്യാപ്പ് കൊടുക്കേണ്ടത് ആ ഗ്യാപ്പ് ഈ വയറും ഈ വർക്ക് പീസും തമ്മിലുള്ള ഗ്യാപ്പ് സെറ്റ് ചെയ്യും. എന്നിട്ട് കറണ്ട് ഡെൻസിറ്റി ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ വയർ ഇതിലേക്ക് സ്പാർക്ക് പ്രൊഡ്യൂസ് ചെയ്യും. ഈ സ്പാർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന വയർ എങ്ങനെയാണോ എന്നിട്ട് സ്പാർക്ക് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ഈ വയർ ഇങ്ങനെ മൂവ് ചെയ്യും. ഓക്കെ, ആ മൂവ് ചെയ്ത പാത്തിന്റെ അവിടെ ഇത് കട്ട് ചെയ്ത് കിട്ടും. അപ്പൊ നമുക്കൊരു പീസ്, നമുക്ക് ഇപ്പോൾ വലിയൊരു പീസ് ഉണ്ട്, ആ പീസിനെ രണ്ടായിട്ട് നമുക്ക് കട്ട് ചെയ്യണം. ആ രണ്ടായിട്ട് കട്ട് ചെയ്യാൻ വേണമെങ്കിൽ നമുക്ക് ഈ വയർ EDM ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കാൻ നമുക്ക് സാധിക്കും. ഇവിടെ നിങ്ങൾ നോക്കിയോ, അതിനെയാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ ഒരു പാത്തിലൂടെ വയർ മൂവ് ചെയ്തുകൊണ്ട് ഈ പാത്തിലൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ നമുക്ക് സാധിച്ചു. പിന്നെ ഈ സ്പെൻഡ് വയർ നമുക്ക് പിന്നീട് ഒരിക്കലും റീയൂസ് ചെയ്യാൻ പറ്റില്ല. ഇലക്ട്രോഡ് വയർ വീണ്ടും വന്നുകൊണ്ടേയിരിക്കും. കാരണം ഇതിൽ ആ ഡിസഡ്വാൻറ്റേജ് ലിസ്റ്റിലേക്കാണ് ഞാൻ വരുന്നത്. സ്പാർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് ഏറ്റവും കൂടുതൽ വിയർ ഉണ്ടാവുന്ന ടൂളിൽ ഏറ്റവും കൂടുതൽ വിയർ ഉണ്ടാവുന്ന നോൺ കൺവെൻഷണൽ മെഷീനിങ് മെത്തേഡിലുള്ള ഒന്നാണ് EDM എന്ന് പറയുക. നമുക്ക് ഇലക്ട്രോൺ ബീം നമ്മൾ നേരത്തെ നോക്കി, ECM നമുക്ക് നോക്കി. ഇത് രണ്ടിലും ഇലക്ട്രോഡ് വിയറോ അല്ലെങ്കിൽ ടൂൾ വിയറോ വർക്ക് പീസിലെ വിയറോ നമുക്ക് ഉണ്ടാവില്ല. ഒരു ചെറിയ എറർ സംഭവിച്ചു കഴിഞ്ഞാൽ വർക്ക് പീസിൽ വരെ മെറ്റീരിയൽ കൂടുതൽ റിമൂവ് ചെയ്ത് പോകും. അപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ വിയർ ഉണ്ടാവുന്നത് ഈ EDMലാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത് മാറ്റിക്കൊണ്ടേയിരിക്കണം. അതുകൊണ്ടാണ് വയർ EDMൽ ഇങ്ങനെ ഒരു സിസ്റ്റം നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഇതിലേക്ക് വരാം. അപ്പോൾ നമുക്ക് ഇലക്ട്രോഡ് ഏതൊക്കെ മെറ്റീരിയൽ, ആ ടൂളിന്റെ മെറ്റീരിയൽ ഏതൊക്കെ കൊടുക്കാന്നുള്ളതാണ്. ഗ്രാഫൈറ്റ് ഉപയോഗിക്കുന്നുണ്ട്, ഓക്സിജൻ ഫ്രീ കോപ്പർ ഉപയോഗിക്കുന്നുണ്ട്, ടെല്ലൂരിയം കോപ്പർ, അതുപോലെ ബ്രാസ് പോലുള്ള മെറ്റീരിയൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഞാനൊരു ഫിഗർ ഇട്ടിട്ടുണ്ട്, ഒരു എക്സാമ്പിൾ. സെക്കൻഡ് ഇവിടെ നോക്കിക്കോളൂ. നമ്മൾ ഇലക്ട്രോഡ് ഉപയോഗിച്ചിട്ടുണ്ട്. ആ ഇലക്ട്രോഡ് കുറച്ച് ഇത് കഴിഞ്ഞപ്പോൾ ഈ ഇങ്ങനെയുള്ള ഇലക്ട്രോഡ് ഇങ്ങനെയായി മാറി. അപ്പോൾ ഈ ഷേപ്പിലായിരിക്കും പിന്നെ കട്ട് ചെയ്ത് വരിക. നമുക്ക് ഈ ഷേപ്പിൽ കട്ട് ചെയ്ത് കിട്ടില്ല. അതുകൊണ്ട് നമ്മൾ അത്രത്തോളം നമ്മൾ ഇത് ചെയ്യണം. എന്ന് പറഞ്ഞാൽ കുറച്ച് എത്രയാണോ വിയർ ഉണ്ടാവാൻ തുടങ്ങുന്നത് അവിടെ വെച്ചിട്ട് ഇലക്ട്രോഡിനെ മാറ്റേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ മെയിൻ്റനൻസ് കോസ്റ്റ് കൂടുതലാണ്, സർവീസ് കോസ്റ്റ് കൂടുതലാണ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ഈ EDMൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്തിനാണ് ഞാൻ ഇലക്ട്രോഡ് വിയർ പറയാൻ കാരണം, മൈക്രോ EDMന്റെ കേസിൽ വരുമ്പോൾ
ഇതിൻ്റെ ഡയമീറ്റർ ഇപ്പോൾ നമ്മൾ മറ്റേ ഡയമീറ്റർ വേണമെങ്കിൽ ഇലക്ട്രോണിൻ്റെ ഡയമീറ്റർ നമുക്ക് 1 mm അല്ലെങ്കിൽ അതിൻ്റെ മുകളിലുള്ള ഡയമീറ്റർ ഉപയോഗിച്ചുകൊണ്ട് എത്ര വലിപ്പമാണ് നമുക്ക് ഹോള് വേണ്ടത് ആ വലിപ്പത്തിലുള്ള ഈ ഇലക്ട്രോണിൻ്റെ ഡയമീറ്റർ ഇലക്ട്രോണിൻ്റെ സൈസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കട്ട് ചെയ്യാൻ സാധിക്കും. ഇവിടെ എന്ന് പറയുന്നത് നമ്മൾ മൈക്രോ ഡ്രില്ലിംഗ് ആണ് ചെയ്യുന്നത്, അതുപോലത്തെ മൈക്രോ കട്ടിംഗ് ആണ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇലക്ട്രോണിൻ്റെ ഡയമീറ്റർ 0.1 mm ആണ് നമ്മുടെ ഡയമീറ്റർ തന്നെ ഉണ്ടാവുള്ളൂ. അത്രയും ചെറിയ ഇലക്ട്രോഡാണ് നമ്മളിവിടെ ഉപയോഗിക്കുക. അപ്പോൾ നമുക്ക് ഒരിക്കലും ഇലക്ട്രോഡ് വിയർ പെട്ടെന്ന് സംഭവിക്കാൻ പാടില്ല. കാരണം ചെറുതായതുകൊണ്ട് 2 മൂവ്മെൻറ്റിൽ തന്നെ 2 സ്പാർക്ക് ക്രിയേറ്റ് ചെയ്യലിൽ തന്നെ വിയർ സംഭവിക്കുന്ന മെറ്റീരിയലാണ് നമ്മൾ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മെഷീനിങ് ചെയ്തിട്ട് കാര്യമില്ല. കാരണം അത്രയും സർവീസ് കോസ്റ്റ് നമുക്ക് വരും. അപ്പോൾ നമുക്ക് സാധാരണ രീതിയിൽ ഗ്രാഫൈറ്റ്, ബ്രാസ് ആൻഡ് കോപ്പർ, ടങ്സ്റ്റൺ ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. ടങ്സ്റ്റൺ കോമ്പോസിറ്റ് ഒക്കെ ടങ്സ്റ്റൺ ഉപയോഗിക്കാം. അപ്പം ഇതിന് പകരം നമ്മൾ മൈക്രോ EDMൽ നമ്മൾ ഉപയോഗിക്കുന്നത് കോപ്പർ സിർക്കോണിയം ബോറൈഡ് എന്ന് പറയുന്ന കോമ്പോസിറ്റ് മെറ്റീരിയൽ ഉണ്ടാക്കിയ ഇലക്ട്രോഡാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കോമ്പോസിറ്റ് മെറ്റീരിയൽ പഠിക്കാൻ കാരണം. മീൻസ് എന്തുകൊണ്ടാണ് കോമ്പോസിറ്റ് എന്നും കോമ്പോസിറ്റിൽ നമുക്ക് പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങൾക്ക് ആ ഒരു ടോപ്പിക്കിൽ നിന്ന് മനസ്സിലാക്കിയിരിക്കണം. അങ്ങനെയാണ് നമ്മൾ ഇവിടെ വരുന്ന ഇപ്പം നിങ്ങളുടെ ഒരു മെംസിൽ ഒരു മൈക്രോ കട്ടിങ്ങിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയൽ ഒരു കോമ്പോസിറ്റ് ആണ്. അത് എങ്ങനെ ഉണ്ടാക്കി എന്നുള്ളത് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് നിങ്ങൾ പഠിച്ചാൽ മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ഇങ്ങനെ ചെയ്തപ്പോൾ ഈ മെറ്റീരിയൽ ചെയ്തപ്പോൾ കൊറോഷൻ റെസിസ്റ്റൻസ്, ബെറ്റർ സ്ട്രെങ്ത്, ഹൈ മെൽറ്റിംഗ് പോയിന്റ്, ഹൈ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, തെർമൽ ഷോക്ക് സ്റ്റെബിലിറ്റി, വിയർ റെസിസ്റ്റൻസ് എല്ലാം നമുക്ക് അച്ചീവ് ചെയ്യാൻ നമുക്ക് സാധിച്ചു. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ കോപ്പർ സിർക്കോണിയം ബോറൈഡ് ഉപയോഗിക്കുമ്പോൾ സാധാ നമ്മൾ ടങ്സ്റ്റനോ കോപ്പറോ ബ്രാസോ പോലുള്ള മെറ്റീരിയൽ വിയർ ഉപയോഗിക്കുമ്പോൾ നമ്മൾ കുറച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇത് വിയറായി പോകുന്നുണ്ട്. പക്ഷേ കോപ്പർ സിർക്കോണിയം ബോറൈഡ് എന്നുള്ള മെറ്റീരിയൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കൊരു വിയർ നമുക്ക് സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ ഫിഗറിൽ ഇത് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ നമ്മുടെ മൈക്രോ EDMൻ്റെ ഇതിലേക്ക് വരാം. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട്. അവിടെ നമ്മൾ പവർ സപ്ലൈ ഉപയോഗിക്കുന്നുണ്ടല്ലോ. പവർ സപ്ലൈ നമ്മൾ ഉപയോഗിക്കുന്ന പൾസ്ഡ് തന്നെയാണ് അവിടെ ഉപയോഗിക്കുന്നത്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന റെസിസ്റ്റർ കപ്പാസിറ്റർ സർക്യൂട്ടാണ് ഉപയോഗിക്കുന്നത്. എന്തിനാണ് ഈ കപ്പാസിറ്റർ ഉപയോഗം എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റൻസ് ചാർജ് ചെയ്യും. ഈ ചാർജ് ചെയ്യുന്ന സമയത്താണ് സ്പാർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കപ്പാസിറ്റൻസ് എപ്പോൾ ഡിസ്ചാർജ് ആണോ ആ സമയത്ത് സ്പാർക്ക് പ്രൊഡ്യൂസ് ചെയ്യില്ല. ആ ഒരു ഇൻ്റർവെൽ ഗ്യാപ്പ് വെച്ചിട്ടാണ് ഇവിടെ മൈക്രോ EDM വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ജസ്റ്റ് ഒരു ഫോമിൽ ഇട്ടതൊക്കെ അതിനാണ് എപ്പോഴാണോ ഇലക്ട്രോഡ് നമ്മളെ സ്പാർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ കപ്പാസിറ്റൻസ് എപ്പോൾ ചാർജ് ആവണോ അപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യും, എപ്പോൾ ഡിസ്ചാർജ് ആവണോ അപ്പോൾ സ്പാർക്ക് പ്രൊഡ്യൂസ് ചെയ്യില്ല. ഇതെല്ലാം മൈക്രോ സെക്കൻഡ്സിൻ്റെ ഇൻ്റർവെല്ലാണ് ഇത് നടക്കാറ്. സോ ഇതിൻ്റെ ഇലക്ട്രോഡ് ഡയമീറ്റർ 0.1 mm ആണ്. സോ ഈ മെറ്റീരിയൽ നമ്മൾ ഓൾറെഡി നോക്കി. ദെൻ ഇതിൻ്റെ ഡ്രൈ ഇലക്ട്രിക് മീഡിയം, മിനറൽ ഓയിൽസ്, കെറോസിൻ, അതേപോലെ ഫോറിൻ പാർട്ടിക്കിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ നമ്മളൊരു മെറ്റീരിയൽസ് അതിലേക്ക് നമ്മളിടും, കെമിക്കൽ സൊല്യൂഷൻസ് ഇടും. അതുപോലെ അലുമിനിയം, ക്രോമിയം, സിലിക്കൺ കാർബൈഡ് പൗഡർ എല്ലാം ഉപയോഗിക്കുന്നുണ്ട് ഡൈ ഇലക്ട്രിക് മീഡിയത്തിന്. ഈ ഒരു ഇടയ്ക്കാണ് ഞാൻ ആ ഒരു ജേർണൽ പേപ്പർ വായിച്ചപ്പോൾ പ്യുവർ വാട്ടർ ഉപയോഗിക്കുന്നുണ്ടെന്ന് ഞാൻ കേട്ടു. അത് എത്രയാണെന്ന് എനിക്കറിയില്ല. ഇനി സ്പാർക്ക് ഗ്യാപ്പ് നമുക്ക് ഫ്യൂ മൈക്രോൺസ് ആണ് സ്പാർക്ക് ഗ്യാപ്പ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് 2 to 5 മൈക്രോ സെക്കൻഡ്സിലാണ് നമുക്ക് ഇതിൻ്റെ സ്പാർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻ്റർവെൽ ഉണ്ടാവുന്നത്. അപ്പോൾ അത്രയും ആ ഇൻ്റർവെല്ലിൽ കപ്പാസിറ്റർ ചാർജ് ആവുകയും ഡിസ്ചാർജ് ആവുകയും ചെയ്തുകൊണ്ടിരിക്കും. സോ ആ ഒരു മെത്തേഡിലാണ് ഇത് വർക്ക് ചെയ്യുന്നുണ്ടാവുന്നത്. ദെൻ പിന്നീട് റീസെന്റ് ഡെവലപ്മെന്റ്സ് വന്നു. പറഞ്ഞാൽ പീസോ ആക്ച്വേറ്റഡ് ടൂൾ ഫീഡ് സിസ്റ്റം. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പോൾ ECMലൊക്കെയാണ് കോംപ്ലിക്കേറ്റഡ് ഡിസൈൻ വന്നു, മുകളിലേക്കും താഴേക്കും പോകാൻ. അപ്പോൾ നമ്മൾ സ്റ്റെപ്പർ മോട്ടർ ഉപയോഗിച്ചു. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മോട്ടറാണ്, റാം സിസ്റ്റമാണ്, മുകളിലേക്കും താഴേക്കും പോകാൻ. അപ്പോൾ നമ്മൾ അതിന് പകരം നമ്മൾ എന്ത് ചെയ്തു, പീസോ ആക്ച്വേറ്റഡ് നമ്മൾ ആക്ച്വേറ്റർ ഉപയോഗിച്ചു. അപ്പോൾ നമ്മൾ എപ്പോഴാണ് ഇലക്ട്രിക് സോഴ്സ് കൊടുക്കുന്നത് ഇത് ലെങ്ത് ഇൻക്രീസ് ആവുന്നു, ആ സമയത്ത് ഇത് താഴേക്ക് വരുന്നു. ലെങ്ത് സപ്ലൈ കട്ടാവുമ്പോൾ ലെങ്ത് ഡിക്രീസ് ആവും. അപ്പോൾ അങ്ങനെ റാം മൂവ്മെന്റ്സ് എല്ലാം നമുക്ക് ഇങ്ങനെ ഒരു പുതിയ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതൊക്കെയാണ്. പക്ഷേ നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെയാണ് ഈ മെത്തേഡ്സ് എല്ലാം സ്റ്റിൽ ഓൺ ഡെവലപ്മെന്റ്സ് ആണ്. ഒരിക്കലും 100% ഡെവലപ്പായ ഒരു മെത്തേഡ് നമുക്കില്ല. അപ്പം നമ്മൾ ഇങ്ങനെ രീതിയിൽ പഠിച്ചു പോവാം. ഈ ഒരു അറേഞ്ച്മെന്റിൽ തന്നെ ജസ്റ്റ് ഇവിടെ വരച്ചിരിക്കുന്ന ഈ ഫിഗറിലുള്ള അറേഞ്ച്മെന്റ്സിൽ തന്നെ നിങ്ങൾ പഠിച്ചു പോവുക. ഈ ഒരു ഫിഗർ വരച്ചാൽ മതി. എന്നിട്ട് മൈക്രോ EDMന്റെ ക്യാരക്ടറൈസേഴ്സും അതിൻ്റെ വരുന്ന കമ്പോണൻസും മറ്റും എഴുതിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്താൽ മാത്രം മതി. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ. ഈ കാര്യങ്ങളാണ് ഞാൻ ഇന്ന് എടുക്കുന്നത്.
എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. സോ ഇതിന്റെ അപ്ലിക്കേഷൻസ് ആണ്, ഇത്രത്തോളം അപ്ലിക്കേഷൻസ് EDM വെച്ച് ഉപയോഗിക്കാൻ പറ്റും. അത് ഞാൻ നേരത്തെ പറഞ്ഞത് എടുക്കുമ്പോൾ തന്നെ പറഞ്ഞത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൈക്രോ മെഷീനിങ് മെത്തേഡാണ്. കാരണം നമുക്ക് ഓൾറെഡി മാക്രോ ലെവലിൽ തന്നെ എല്ലാ സ്ഥലത്തും നമ്മൾ ഉപയോഗിക്കുന്ന കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന മെഷീനിങ് മെത്തേഡാണ് EDM എന്ന് പറയുക. അപ്പോൾ മൈക്രോ ലെവലിൽ നമുക്ക് ഇത്രത്തോളം കമ്പോണൻസുകളിൽ നമുക്ക് മെഷീനിങ് ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് ഈ മൈക്രോ EDMലൂടെ. ജസ്റ്റ് ഇത് അറിഞ്ഞു വെക്കുക, ഏതൊക്കെയാണ് അതിൻ്റെ പാർട്സ് വരുന്നത് എന്നുള്ളത് അറിഞ്ഞു വെക്കുക. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.